പ്രിയമുള്ളവരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് മലയാറ്റൂരിനടുത്തുള്ള കണ്ണിമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ്. കണ്ണിമംഗലം കോൺവെൻറ്റിലെ ഇപ്പോഴത്തെ ഒരു പുതിയ വിശേഷങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ്. ആ വിശേഷങ്ങൾ കാണുന്നതിന് മുൻപായിട്ട് ഈ കോൺവെൻറ്റിൻ്റെ കുറച്ച് നാൾ മുൻപ് നമ്മുടെ മാധ്യമങ്ങളിൽ വന്ന ഒരു വാർത്ത ഞാൻ നിങ്ങളെ കാണിക്കാം. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്തുന്നതിന് കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഒരു കൂട്ടം കന്യാസ്ത്രീകൾ. എറണാകുളം അയ്യമ്പുഴ പഞ്ചായത്തിലെ പ്രേക്ഷിതാരം കോൺവെന്റിലെ സന്യാസിനിമാരാണ് കൃഷിയിൽ സജീവമായിരിക്കുന്നത്. 4 ഏക്കർ സ്ഥലത്താണ് കന്യാസ്ത്രീകളായ ഹെലൻ, മൃദുല, ശോഭ എന്നിവരുടെ നേതൃത്വത്തിൽ കൃഷി ചെയ്യുന്നത്. കോവിഡിനെ തുടർന്ന് കോൺവെന്റിനുള്ളിൽ തന്നെ കഴിയേണ്ടി വന്ന സാഹചര്യത്തിൽ വിരസത അകറ്റുന്നതിനാണ് ആദ്യം കൃഷി ചെയ്യാൻ ആരംഭിച്ചത്. നിങ്ങൾ കണ്ട ആ ഫലഭൂയിഷ്ടമായ ഭൂമിയുടെ ആ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾ കാണിച്ചു തരാം. നിരന്തരം കാട്ടാന ഇവിടെ വന്ന് കൃഷിനാശമുണ്ടാക്കി ഇവിടെയുള്ള കംപ്ലീറ്റ് കൃഷികൾ, നേരത്തെ നിങ്ങൾ കണ്ട ആ ഫലഭൂയിഷ്ടമായ ഭൂമിയിലുണ്ടായിരുന്ന കംപ്ലീറ്റ് കൃഷികളും നശിപ്പിച്ച് ഈ കാണുന്ന രീതിയിലേക്ക് ഈ പറമ്പിനെ ആക്കി തീർത്തു. ഈ കോൺവെൻറ്റിൽ ആകെ 3 കന്യാസ്ത്രീമാരാണുള്ളത്. ഈ കഴിഞ്ഞ ദിവസം അവർക്ക് വളരെ വലിയ ഒരു വലിയ അനുഭവം ഉണ്ടായി. ആ അനുഭവം എന്താണെന്ന് കൂടി നമുക്ക് ബഹുമാനപ്പെട്ട മദറിനോട് ചോദിച്ചറിയാം. വൈകുന്നേരം ഞങ്ങൾ 3 പേര് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ അടുക്കള വശത്ത് ആരോ മുട്ടുന്നതായിട്ട് കേട്ടു. അത് ഞങ്ങൾ ടോർച്ചടിച്ച് നോക്കിയപ്പോൾ ആന അതിൻ്റെ അടുത്ത് നിൽക്കണ്ടായിരുന്നു. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് വാതിൽ മുട്ടനെ ഒച്ച കേട്ടു. കേട്ടപ്പോൾ ഞങ്ങൾ പുറത്ത് ആരാ വന്നതെന്ന് ചോദിച്ചു. അവിടെ തൊട്ടടുത്ത് ആനൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആനേനെ കണ്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ വനത്തിലെ അംഗങ്ങളില്ലേ അവരെ ഞങ്ങൾ വിളിച്ചു. ഫോറസ്റ്റുകാരെ വിളിച്ച് അവർ വേഗം ഓടി വന്നു. ഒരു ആനേനെ ഓടിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെയും ഒരു സംഘം ഫോറസ്റ്റുകാർ വന്നു. ഞങ്ങളിവിടെ ആശ്വസിപ്പിച്ച് അവർ തിരിച്ചുപോയി. അപ്പോൾ നാട്ടുകാരും ഇവിടെ ഫോറസ്റ്റുകാരും കൂടി വന്നിട്ടാണ് നമ്മുടെ മഠത്തിൽ നിന്ന് ആനനെ ഓടിച്ച് കളയാറ് അല്ലേ. ഇവിടെ നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഇങ്ങനെ സിസ്റ്റേഴ്സിൻ്റെ പച്ചക്കറി തോട്ടം ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഫണ്ട് സമാഹരിക്കാൻ വേണ്ടിയിട്ട് പച്ചക്കറി കൃഷി ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ പ്രസിദ്ധമായിരുന്നു. ഇപ്പോൾ ആ പച്ചക്കറികളൊന്നും ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാനില്ല, എല്ലാം തരിശായി കിടക്കാണ് പറയുന്നത്. ഇതൊക്കെ ആന കടികളെന്നാണ്. ഞങ്ങളുടെ ഈ പറമ്പിലുള്ള എല്ലാ കൃഷികളും, അതായത് തെങ്ങ് പിന്നെ വാഴകൾ, അങ്ങനെ പല കൃഷികൾ കുറേ നാശനഷ്ടം ഞങ്ങളുടെ ഇവിടെ വരുത്തിയിട്ടുണ്ട്. ഇവിടെ മിക്കവാറും ദിവസങ്ങളിൽ തന്നെ ഇവിടെ ആന കയറി കുറേ നാശനഷ്ടങ്ങൾ ഇവിടെ വരുത്തിയിട്ടുണ്ട്. പിന്നെ കുറേ റബ്ബർ തൈകൾ കളഞ്ഞിട്ടുണ്ട്, തെങ്ങും തൈകൾ, വാഴകൾ, അങ്ങനെ മൊത്തം കുറേ പച്ചക്കറികൾ, അങ്ങനെ കുറേ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട്. മിക്കവാറും തന്നെ ഞങ്ങളുടെ ഈ മഠത്തിൽ ആന കയറാറുണ്ട്. ഇതിൻ്റെ ഒരൊറ്റ ആശ്രയം ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഞങ്ങളിവിടെ നിലനിന്ന് പോകുന്നത്. ദൈവം ഞങ്ങളെ കാത്തു രക്ഷിച്ചതാണ് ആ ഒരു രാത്രി. ഒരു വിളിപാട് അകലെയാണ് ഫോറസ്റ്റ് സ്റ്റേഷൻ. ഒരു 50 മീറ്റർ ദൂരത്തിലാണ് ഫോറസ്റ്റ് സ്റ്റേഷൻ ഉള്ളത്. ആന വരും, സിസ്റ്റേഴ്സ് ഫോറസ്റ്റുകാരെ വിളിക്കും, ഫോറസ്റ്റുകാരും ഇവിടെ സമീപത്തുള്ള പ്രദേശവാസികളെല്ലാവരും കൂടി ആനയെ ഓടിക്കും. ഇതൊരു നിത്യ സംഭവമാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫോറസ്റ്റുകാർ നിസ്സഹായരാണ്. ഒരു ടോർച്ചും കുറച്ച് പടക്കവും മാത്രമാണ് ഈ അലറി ജീവനെടുക്കാൻ വരുന്ന കാട്ടാനയെ നേരിടാൻ അവരുടെ കയ്യിലുള്ള ആയുധം. അവരും മനുഷ്യരാണല്ലോ. അവരുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെ അവർ ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും ഇവിടെയുള്ള പ്രദേശവാസികൾക്കെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ഒരു ഫലത്തിലേക്ക് എത്തുന്നില്ല എന്നതാണ്. നിരന്തരമായ ആനശല്യം മൂലം ഇവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഇവിടെ ഉള്ളത്. ഈ ഓരോ രാത്രിയും ആനയെ പേടിച്ചിട്ട് ഇവിടെ അവർ കഴിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്നത്. ഈ മഠം തന്നെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് തിരിച്ചു ചെല്ലാൻ ഇവരുടെ ജനറേറ്റിൽ നിന്നും നിർദ്ദേശമുണ്ടായിട്ട് പോലും ഈ നാട്ടുകാരോടും ഈ ഇടഭാഗങ്ങളോടുമുള്ള പ്രത്യേക ഒരു സ്നേഹത്തെ പ്രതിയാണ് സ്വന്തം ജീവൻ പണയപ്പെടുത്തി പോലും ഈ സിസ്റ്റേഴ്സ് ഇവിടെ നിലനിൽക്കുന്നത്. ഇവിടെ ആനകളുടെ ഭയങ്കര ശല്യമാണ് ഇവിടെ ഈ കണ്ണിമംഗലം പ്രദേശത്ത്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പശുവിനെ കറക്കാനായിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ 3 ആനകളുണ്ടായിരുന്നു. ആനകൾ രണ്ടെണ്ണം കടന്നു പോയതിന് ശേഷം ഒരെണ്ണം ഉണ്ടായിരുന്നു, ഞാൻ കണ്ടില്ലായിരുന്നു. അപ്പോൾ അത് ഉടനെ ചാടി ഓടി ഇങ്ങോട്ട് വന്നു വീട്ടിലോട്ട് കയറാൻ പോയി. അപ്പോൾ ഞാൻ
ഗേറ്റ് അടച്ച് അകത്തേക്ക് കയറിപ്പോയി. പിന്നെ നിരന്തര ശല്യങ്ങളാണ്. മഠത്തിൽ ഉണ്ടായിരുന്ന റബ്ബറുകളും തെങ്ങും റബ്ബറും എല്ലാം തീർന്നായിരുന്നു. അത് മിക്ക ദിവസം തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ആനശല്യം കൊണ്ട് ഇവിടെ പേടിച്ചാ ജീവിക്കുന്നത്. രാത്രി ആയിരുന്നു, പകലും രാത്രിയും വെളുപ്പിനും ഒക്കെ ഉണ്ട് ആന. പുറത്ത് ഇറങ്ങാൻ പറ്റില്ല പേടിച്ചിട്ട്. സന്ധ്യ മയങ്ങിയാൽ വീടിന് പുറത്തിറങ്ങാൻ ഭയപ്പെടുന്ന ഒരു ജനത. ജോലിക്കോ മറ്റു ആവശ്യങ്ങൾക്കോ വേണ്ടി പുറത്തു പോയിട്ടുള്ളവർ കാട്ടാനയുടെ മുന്നിൽ പെടാതെ വീട്ടിൽ സുരക്ഷിതരായി തിരിച്ചെത്തണമേ എന്ന് പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന കുടുംബാംഗങ്ങൾ. ഓരോ പ്രഭാതത്തിലും ഇന്ന് ആരുടെ കൃഷിയിടമാണ് രാത്രിയിൽ കാട്ടാന നശിപ്പിച്ചത് എന്ന ചോദ്യവുമായി ഉണരുന്ന കണ്ണിമംഗലം ഗ്രാമനിവാസികൾ. ഇതിന് ഒരു അവസാനം വേണ്ടേ? രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതെ നോക്കുന്നതല്ലേ നല്ലത് എന്ന ആരോഗ്യവകുപ്പിൻ്റെ ആപ്തവാക്യം പോലെ കാട്ടാന വന്ന് നശിപ്പിച്ചിട്ട് അതിന് പരിഹാരം കാണുന്നതിനേക്കാൾ കാട്ടാന വരാതെ നോക്കുന്നതല്ലേ നല്ലത് എന്ന ചോദ്യം വനം വകുപ്പിനും ആയിക്കൂടെ?